പരിപാടിയെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം പരിപാടിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താണല്ലോ, അതായത് തുഷാർ ഗാന്ധിയെ വലിയ മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന രീതിയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞു. തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമാണ് എന്ന രീതിയിലുള്ളൊരു അവതരണത്തിലൂടെ പോയതായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ സാറിൻ്റെതടക്കം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ മുതിർന്ന ഗാന്ധിയൻ ഗാന്ധി സ്മാരക നിധിയുടെയും സേവാഗ്രാം ആശ്രമത്തിൻ്റെയും ചെയർമാനുമായിരുന്ന പി ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന വേദി, അവിടെ അതൊരു പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്പേസാണ്. അവിടെ എല്ലാ പാർട്ടിയുടെയും ആളുകൾ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഗാന്ധിയൻ പി ഗോപിനാഥൻ നായർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹം കോൺഗ്രസിൻ്റെയോ BJPയുടെയോ CPIMൻ്റെയോ CPIയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെയോ ആളായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നയാളല്ല. ഗാന്ധി മാർഗത്തിൽ ജീവിച്ച തികഞ്ഞ ഗാന്ധിയനായ ഒരു വ്യക്തിയാണ് എന്ന് വെച്ച് അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂട്ടിലാണ് എന്ന കരുതി ആ രീതിയിലുള്ള ഒരു അവതരണത്തിലേക്ക് നമ്മൾ പോകേണ്ടതുമില്ല. പക്ഷേ തുഷാർ ഗാന്ധിയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ കൃത്യമായി തന്നെ പിന്തുണച്ച് BJPയെയും RSSനെയും കൃത്യമായി എതിർത്ത് വരുന്ന ഒരു രാഷ്ട്രീയമാണ് തുഷാർ ഗാന്ധിയത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടുകയും ചെയ്യും. സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അതുപോലെ തന്നെ സ്ത്രീകളുടെ കായിക വിനോദം അദ്ദേഹം കണ്ട് ആസ്വദിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞത്, അതടക്കമുള്ള എല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഒരു ഡിബേറ്റിലേക്ക് വരുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞു പോകാം. ഇവിടെ ഗാന്ധി ഘാതകരുടെ മനോഭാവമാണ് സുരേഷ് അടക്കമുള്ള ആളുകൾക്കെന്നൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു പെടാപ്പാട് കണ്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നിയത്. കാരണം ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഗോഡ്സെയാണ് ശരി എന്ന് പറയുകയോ ചെയ്തുകൊണ്ട് സുരേഷ് അടക്കമുള്ള ആളുകൾ ചെയ്തു എന്ന് സ്ഥാപിക്കാനായിട്ടുള്ളൊരു ശ്രമം അത് ശരിയല്ല. അങ്ങനെയല്ല, അവിടെ തങ്ങളുടെ പേരന്റ് ബോഡിയെ അബ്യൂസ് ചെയ്തപ്പോഴാണ്, അതായത് സുരേഷ് അടക്കമുള്ള BJPയുടെ കൗൺസിലർ അടക്കമുള്ള ആളുകൾ RSS എന്ന മാതൃസംഘടനയിലും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ സംഘടനയായ BJPയിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ്. സ്വന്തം മാതൃസംഘടനയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം പൊളിറ്റിക്കലി ന്യൂട്രലായുള്ള ഒരു വേദിയിൽ, അവിടെ ഈ പ്രതിമാ അനാച്ഛാദന വേളയിൽ ഗാന്ധിജിയെക്കുറിച്ച് അതുപോലെ ഈ സംഘടനയെക്കുറിച്ച് അങ്ങനെയുള്ള പല കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തും പറയാം. പക്ഷേ അതിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും അവകാശമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ വീണ്ടും എടുത്ത് നോക്കിയതാണ്. അതിൽ നിന്ന് കയ്യേറ്റം ചെയ്യുകയോ പിടിച്ചു വെക്കുകയോ ഒന്നും നമ്മൾ കണ്ടില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്തിന് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ കൊടിയും കമ്പും വലിച്ചെറിഞ്ഞതുപോലെയുള്ള ഒരു പ്രതിഷേധം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചല്ലോ, സർ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചത്. തികച്ചും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അതിനുള്ള അവകാശം സുരേഷ് അടക്കമുള്ള അവിടെ പ്രതിഷേധിച്ചവർക്കുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഇടമാണ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് CPIMനും CPIക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അടക്കം എല്ലാ കക്ഷികൾക്കും അവകാശമുള്ളതുപോലെ തന്നെ BJPക്കും അവകാശമുണ്ട്. മാത്രമല്ല രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു കൗൺസിലറിനും തങ്ങളുടെ പാർട്ടിയെയും തങ്ങളുടെ മാതൃസംഘടനയെയും കുറിച്ച് ഇകഴ്ത്തി പറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, വൺ സൈഡഡ് ആയിട്ടുള്ള ജനാധിപത്യമാണോ കേരളത്തിൽ? അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നാണോ പറഞ്ഞു വെക്കാൻ നോക്കുന്നത്? അങ്ങനെയല്ല. കേരളം മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കേരളത്തിൽ BJPയുടെയോ RSSൻ്റെയോ ശബ്ദം ഉയരില്ല എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും പ്രതിഷേധിക്കേണ്ടതാണെങ്കിൽ പ്രതിഷേധിക്കും. അത് ജനാധിപത്യപരമായ പ്രതിഷേധം തന്നെയായിരിക്കുകയും ചെയ്യും. ഇവിടെ ലോക പ്രശസ്തമായ ചിത്രങ്ങളെ പോലും വിമർശിക്കുന്ന വിമർശകരെ നമ്മൾ കാണാറുണ്ട്. എത്രയോ ചിത്ര പ്രദർശനങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന ഇതിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ലോക പ്രശസ്തമായ ഒരു ചിത്രമാണെങ്കിൽ പോലും അത് കണ്ടു കഴിയുമ്പോൾ അതിൽ ഇത്ര ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ട്. അങ്ങനെ വിമർശിക്കുന്നത് പോലെ തന്നെ തുഷാർ ഗാന്ധിക്ക് വന്ന് വിമർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പറയാനുള്ള, അതുകൊണ്ടാണ് അദ്ദേഹം പരാതിക്ക് പോകുന്നില്ല എന്ന് പറയുന്നത്. താൻ പറയുന്ന കാര്യത്തിൽ താൻ വിമർശനമാണ് ഉന്നയിച്ചത്. ആ വിമർശനത്തിനോട് എതിരഭിപ്രായമുള്ളവർക്ക് ജനാധിപത്യ രീതിയിൽ അത് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്ന് തുഷാർ ഗാന്ധിക്ക് മനസ്സിലായി. പക്ഷേ അക്കാര്യം ഉണ്ണിസാർ എന്തോ മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രനായ തുഷാർ ഗാന്ധിക്ക് മഹാത്മാഗാന്ധിയുടെ അത്ര വൈശിഷ്ട്യമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആൾ തന്നെയാണ് ഞാൻ. കാരണം മഹാത്മാഗാന്ധി കൃത്യമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി സെൽഫ്ലെസ്സായി പ്രവർത്തിച്ച ആളാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രപിതാവിന് അർഹിക്കുന്ന ആദരം എല്ലായിടത്തും ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഏറ്റവും വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ലോകമെമ്പാടും മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ ഉയരുന്നതും അതുപോലെ തന്നെ എല്ലായിടങ്ങളിലും ഈ ഫലകങ്ങൾ ഉയരുന്നതും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം. 2014 ശേഷമാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മഹാത്മാഗാന്ധിയെ തള്ളിപ്പറയുന്നു, ഗാന്ധി ഘാതകർക്കൊപ്പം നിൽക്കുന്നു RSSും BJPയും എന്നൊക്കെ പറയുന്നത് ഒരു ഫോൾസ് നറേറ്റീവാണ്. അതിനൊപ്പം നിൽക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. കാരണം RSS ഇന്ന് ലോകം അംഗീകരിക്കുന്ന സംഘടനയാണ്. RSSന്റെ പൊളിറ്റിക്കൽ ആമായ BJP ഇന്ന് രാജ്യം ഭരിക്കുകയാണ്. തുടർച്ചയായ മൂന്നാമത്തെ ടേം, അതായത് രാജ്യം കൂടി അംഗീകരിച്ചുകൊണ്ട് മൂന്നാമത്തെ ടേം കിട്ടിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുകയാണ് തുഷാർ ഗാന്ധി സപ്പോർട്ട് ചെയ്യുന്ന ഈ വദ്ര കോൺഗ്രസ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ നെഹ്റു കുടുംബത്തിന്റെ പിന്തുണക്കാർ അധികാരത്തിലേറി അവർ മാത്രമെന്ന് സ്ഥാപിക്കുന്ന കോൺഗ്രസ്
കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്ത് തുടർച്ചയായി മൂന്നാമത്തെ ടേമും ഇരിക്കുകയാണ്. അപ്പോൾ തുഷാർ ഗാന്ധിക്ക് സ്വാഭാവികമായും അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അത് അദ്ദേഹം എല്ലാ പരിപാടികളിലും തീർക്കും. അപ്പോൾ ആ പരിപാടികളിൽ അദ്ദേഹം അത് തീർക്കുമ്പോൾ അതിനോട് എതിർപ്പുള്ളവർ അത് പ്രകടിപ്പിക്കും. കേരളമാണ് എന്ന് കരുതി BJP-ക്കാരും RSS-കാരും മിണ്ടാതിരിക്കണം എന്നുമില്ല. അദ്ദേഹം പറഞ്ഞ വാചകം RSS-ഉം സംഘപരിവാറും രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നു, നമ്മൾ ജാഗ്രതയോടെ കഴിയണം എന്ന് പറയുന്നത് അത് ഇവിടെ ഒരു ഇൻസ്റ്റിഗേഷൻ ആണ്. ഇവിടെ കേരളത്തിൽ RSS-ഉം BJP-യും CPI-എമ്മും തമ്മിൽ, അല്ലെങ്കിൽ RSS-ഉം BJP-യും കോൺഗ്രസും തമ്മിൽ, RSS-ഉം BJP-യും ലീഗും തമ്മിൽ മുൻപുണ്ടായിരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ കേരളം വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ, വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ പോവുകയാണ്. രാഷ്ട്രീയമായ ആരോപണങ്ങളൊക്കെ ഉയരുമെങ്കിൽ പോലും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ പോവുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം ഉണ്ടാകരുത് എന്ന് എല്ലാവരും ഒന്നു ചേർന്ന് സർവകക്ഷി യോഗങ്ങളടക്കം ചേർത്ത് അങ്ങനെയുള്ള ഒരു ഫാബ്രിക്കായി കേരളത്തിന്റെ ഫാബ്രിക് നിൽക്കുമ്പോഴാണ് ഇതിലേക്ക് വന്നിട്ട് പറയുന്നത് RSS-ഉം സംഘപരിവാറും രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നു, നമ്മൾ ജാഗ്രതയോടെ കരുതിയിരിക്കണം, അവരെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് അതിലേക്ക് ഫ്യൂവലിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസമുള്ള ആരുടെയും കടമയാണ്. അതുതന്നെയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇംപാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ന്യൂട്രലായിട്ടോ വന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള ഒരു ആളായി തുഷാർ ഗാന്ധിയെ ഞാൻ കാണുന്നുമില്ല. ഈ BJP-യുടെ കൗൺസിലർ മഹേഷിന്റെ നേതൃത്വത്തിലാണ് അവിടെ തടഞ്ഞത്. അത് BJP-ക്കും RSS-നുമെതിരെ പറഞ്ഞ പരാമർശം അത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് പിൻവലിക്കണം, അത് മാത്രമാണ് പറഞ്ഞത്. BJP RSS-ഉം സംഘപരിവാറും എന്നാണ് പറഞ്ഞത്. അതിൽ BJP-യുടെ കൗൺസിലർ വന്ന് പറഞ്ഞത് അദ്ദേഹം വരുന്നത് RSS-ൽ നിന്നാണ്. പറഞ്ഞിട്ടില്ലല്ലോ തുഷാർ BJP-യെ കുറിച്ച്. RSS-ഉം BJP-യും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അങ്ങേക്ക് അറിയാത്തതാണോ, അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ? സമ്മതിക്കുന്നില്ലല്ലോ. RSS-ഉം സംഘപരിവാറും രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തി എന്ന സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല എന്ന് ഞാൻ മഹേഷിന്റെ കാര്യമാണ് പറയുന്നത്. കൗൺസിലർ മഹേഷ് അടക്കം വന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല, താങ്കൾ അത് പിൻവലിക്കണം എന്നതാണ്. അതിനുശേഷമാണ് ഈ മുദ്രാവാക്യം വിളിയുമായി വരുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള താല്പര്യം എന്താണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലടക്കം പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് തുഷാർ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പല എക്സ്പോസ്റ്റുകൾ നേരത്തെ ലേറ്റർ ട്വീറ്റ്സ് ആണ്. ആ ട്വീറ്റ്സ് അടക്കം പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും അത് വളരെ വിശാലമായി തന്നെ കിടക്കുന്നുണ്ട്. അതൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും തുഷാർ ഗാന്ധി എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാളല്ല എന്നുള്ളത്. അപ്പോൾ ഈ അരികുവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് RSS സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടിട്ടില്ല എന്നാണ് മാഡം പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതില്ല എന്നല്ല. അരികുവൽക്കരിക്കപ്പെട്ടവരെയും സാധാരണക്കാരെയും ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനിടയിലായാൽ പോലും അവിടെ ഓടിയെത്തുന്ന സേവാഭാരതിയൊക്കെ മാഡം കണ്ടിട്ടില്ലായിരിക്കാം, ഞാൻ കണ്ടു, നാട്ടുകാരും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവരിലേക്കൊക്കെ സേവനം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അതില്ല എന്നല്ല. നമ്മൾ അതുകൂടി കാണാൻ ശ്രമിക്കണം. എല്ലാവരിലേക്കും കണ്ണു തുറന്നു വെക്കുമ്പോൾ മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഗാന്ധി ഘാതകരുടെ മനോഭാവമൊന്നുമല്ല, തങ്ങളുടെ എതിർപ്പ് ജനാധിപത്യപരമായി അവിടെ പ്രകടിപ്പിക്കുക മാത്രമാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പ്രകടിപ്പിക്കുക മാത്രമല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മാഡം കണ്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം ഇല്ല എന്നല്ല എന്നത് വ്യക്തമാണ്. മാഡം കാണാത്ത കാര്യങ്ങളും ഇവിടെയുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കും. കണ്ട കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട്. നാട്ടിൽ എല്ലാ കാര്യങ്ങളും കാണുന്നില്ലല്ലോ. അതെ, എല്ലാ ആളുകൾ കാണുന്നതിൽ ആളുകൾ പ്രതികരിക്കുന്നുമുണ്ട്, അതും ജനം കാണുന്നുണ്ട്. എന്തായാലും ഗാന്ധി ഘാതകരുടെ മനോഭാവമല്ല ഇപ്പോൾ ഈ പ്രതിഷേധം ജനാധിപത്യപരമായി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.